നമ്മൾ ആദ്യമായിട്ട് ആ കുട്ടിയുടെ വീട്ടിൽ പോയി കണ്ടത് എന്താണെന്നറിയോ? അച്ഛനും അമ്മയും അനിയത്തിയും അച്ഛൻ്റെ അനിയന്മാരും ഏട്ടന്മാരും എല്ലാവരും ഉൾപ്പെടെ 11 ആളുകളുടെ ഫോട്ടോയിൽ ഒരേ ദിവസം മരിച്ച ആളുകളുടെ മാല ഇട്ട് വെച്ചിട്ടുള്ളതാണ്. ഫെമിനിസം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വുമൺ എംപവർമെൻറ്റ് ത്രൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഏറ്റവും നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്തത് കേരളത്തിൽ മലപ്പുറത്താണ്. ഇന്ന് നിങ്ങൾ അഡ്വക്കേറ്റ് തബ്ഷീറ അതുപോലെ തഹ്ലിയ പോലുള്ള നേതാക്കന്മാരെ നോക്കിക്കാണുമ്പോൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിരുന്നോ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ട് ഇത്രയധികം പവർഫുൾ ആയിട്ടുള്ള അവരുടെ ഐഡൻറ്റിറ്റിയെ അവർ വ്യക്തമായിട്ട് മുസ്ലിം ഐഡൻറ്റിറ്റിയെ കീപ്പ് ചെയ്തുകൊണ്ട് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ആളുകൾ സമൂഹത്തിൽ വരുന്നത്? പക്ഷേ എഡ്യൂക്കേഷൻ അവിടെ ആ എഡ്യൂക്കേഷൻ വന്നത് വെറുതെ ഒന്നുമല്ല. അവിടെ തളച്ചിട്ടിട്ടുണ്ടായിരുന്ന കുറേ ഉമ്മമാരും വെല്ലുമ്മമാരും പെങ്ങൾമാരും ഒക്കെ എന്ത് തീരുമാനിച്ചു? ഇങ്ങനെ അടിമപ്പെട്ടിട്ട് ജീവിക്കേണ്ടതല്ല. അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തെ നമുക്ക് റാഡിക്കൽ ഫെമിനിസം എന്ന് പറയാം. അതായത് സമകാലികമായിട്ടുള്ള സാഹചര്യങ്ങളെ നോക്കിക്കണ്ട് സ്ത്രീകൾക്ക് വേണ്ടി എടുത്ത കുറേ തീരുമാനങ്ങളുണ്ട്. അത് ഫെമിനിസത്തിൻ്റെ ഒരു നല്ല കോൺസെപ്റ്റായിരുന്നു. ആ കോൺസെപ്റ്റിൽ ചിന്തിക്കുകയാണെങ്കിൽ ഫെമിനിസം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ നന്നായിട്ട് ഉപയോഗിച്ചത് കൊണ്ടാണ് ഇന്ന് പെൺകുട്ടികൾ ഒരുപാട് ഇൻഡിപെൻഡൻ്റ് ആയത്. തീർച്ചയായിട്ടും അത് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ എപ്പോഴും നോക്കിക്കാണുന്ന ഒന്നാണ്. അത് ഞാൻ ഏറ്റവും സാറ്റിസ്ഫാക്ഷനോടുകൂടി നോക്കിക്കാണുന്ന ഒന്നാണ്. ഈ ഞാനടക്കം ഞാനും വരുന്നത് വളരെ സിമ്പിളായിട്ട് പറയാം. മലപ്പുറം ജില്ലയിലെ എൻ്റെ വീട് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ്. പക്ഷെ ഒരു റെവല്യൂഷൻ സംഭവിച്ചൊരു കാര്യം ഞാൻ പറയാം. എൻ്റെ വല്യപ്പ, എൻ്റെ ഉമ്മൻ്റെ ഉപ്പ മുസ്ലിം പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു സ്കൂളുണ്ട്, കിദ്മത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ വൺ ഓഫ് ദ ഫൗണ്ടർ മെമ്പറാണ്. ഓക്കെ, 10, 35, 40 വർഷങ്ങൾക്ക് മുന്നേ, 30 വർഷങ്ങൾക്ക് മുന്നേ. അന്നൊക്കെ കുറേ ദീർഘവീക്ഷണമുള്ള വുമൺ എംപവർമെൻറ്റിനെ സപ്പോർട്ട് ചെയ്തിരുന്ന, അതേപോലെ തന്നെ ഒപ്പോസും ചെയ്തിരുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. അതായത് 3-4 ഡീക്കേഡുകൾ എടുത്ത് കൊണ്ടുവന്നിട്ടാണ് ഇന്ന് കാണുന്ന പെൺകുട്ടികൾ ഇത്രയധികം എംപവേർഡ് ആയത്. തീർച്ചയായിട്ടും എഡ്യൂക്കേഷൻ, എംപവർമെൻറ്റ്, അതിലൂടെ കിട്ടിയ കോൺഫിഡൻസ് ആണ് ഇന്ന് കാണുന്ന പെൺകുട്ടികളുടെ കോൺഫിഡൻസും അതുപോലെ തന്നെ എന്താ പറയുക ഉയർന്നു വന്നതും. ഇപ്പോൾ നേരത്തെ നിങ്ങൾ ചോദിച്ച പോലെ തന്നെ ആ ചോദ്യത്തിന് ഉത്തരം പറയുവാണെങ്കിൽ പിന്നെ ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത് പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആണുങ്ങൾ ചെയ്യുന്നതെല്ലാം ചെയ്യട്ടെ എന്നുള്ളതല്ല. നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്ന് നമ്മളുടെ പ്രവൃത്തിയിലൂടെ, വിദ്യാഭ്യാസത്തിലൂടെ, കാഴ്ചപ്പാടുകളിലൂടെ പ്രൂവ് ചെയ്ത് പെൺകുട്ടികളാണ് ഇന്ന് ഏറ്റവും നന്നായിട്ട് മെൻ്റൽ ഹെൽത്തും നല്ല പ്രണയങ്ങളും നല്ല ജീവിതങ്ങളും മനസ്സറിഞ്ഞ് ആസ്വദിക്കുന്നത്. പണ്ട് നല്ല ജീവിതം ഉണ്ടാവും പുറമേന്ന് നോക്കിക്കാണുമ്പോൾ, പക്ഷെ അതിനകത്ത് ആ സ്ത്രീ എന്താണ് അനുഭവിക്കുന്നത് എന്നുള്ളത് വ്യക്തത ഉണ്ടായിരുന്നില്ല. ഇന്ന് ട്രാൻസ്പെറൻ്റ് ആണ്, പറയാനുള്ള അവകാശങ്ങളും എല്ലാ കാര്യങ്ങളും അവരിലുണ്ട്. അതിന് കേപ്പബിളായി അവർ. അതുതന്നെയാണ്. അതുപോലെ തന്നെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന ഒരു യാഥാസ്ഥിതിക മുസ്ലിം സ്ത്രീയാണ് താഹിറ. അതെ. അവിടെ നിന്ന് ഈ സാംസ്കാരിക രംഗത്തേക്ക് എങ്ങനെയാണ് ഇത്രയും പവർഫുൾ ആയിട്ട് വരാൻ കഴിഞ്ഞത്? ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് പല ആളുകളിലും പല രീതിയിലാണ്. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് എൻ്റെ സോഷ്യൽ മീഡിയാസൊക്കെ പോയി നോക്കിയാൽ കാണാം, ഞാൻ സമകാലികമായിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് ഉപകാരമല്ല എന്ന് തോന്നുന്ന രീതിയെ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ എഴുത്തിലൂടെയാണ്. അത് ചിലപ്പോൾ വീഡിയോസ് ചെയ്യും, ചിലപ്പം അത് എഴുത്തിലൂടെ ഞാൻ ചെയ്യും. എഴുതുമ്പോൾ എനിക്കത് കുറച്ചും കൂടെ പവർഫുൾ ആവുന്നു എന്ന് തോന്നാറുണ്ട്. കാരണം ഒരുപാട് പേര് ഷെയർ ചെയ്യുമ്പോഴും ഒരുപാട് അതിന് പോസിറ്റീവായിട്ട് എന്നോട് തിരിച്ചതിനെ പറ്റി റെസ്പോൺസൊക്കെ പറയുമ്പോൾ എനിക്കത് ഭയങ്കര കോൺഫിഡൻസാണ്. കാരണം എൻ്റെ ആ ഒരു എക്സ്പ്രഷൻ എനിക്ക് പറയാനുള്ളത് എനിക്ക് എഴുത്തിലൂടെ പറയാൻ കഴിയുന്നത് ഒരു അനുഗ്രഹമായിട്ട് തോന്നുന്നു. കാരണം അത് ചെയ്യണമല്ലോ. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഡിഫറെൻറ്റ് ലെവലിലല്ലേ. എഴുത്താണ്, പറയലാണ്, പിന്നെ സമരങ്ങളാണ്. പക്ഷെ എനിക്കത് എഴുത്തിലൂടെ ചെയ്യുമ്പോൾ ഐ എം സോ ഹാപ്പി. അതെന്നെ കംഫർട്ടാക്കുന്നു. അതുപോലെ തന്നെ ഈ പുസ്തകം എഴുതി, ആദ്യത്തെ പുസ്തകമാണെന്ന് തോന്നുന്നു, അത് രണ്ടാമത്തെ പുസ്തകമോ, അത് അതിൻ്റെ റവന്യൂ നമ്മുടെ എൻ്റെ എല്ലാ പുസ്തകവും അങ്ങനെയാണ്. റവന്യൂ പാവപ്പെട്ടവർക്ക് വേണ്ടി, അതായത് എഡ്യൂക്കേഷൻ എംപവർമെൻറ്റിന് വേണ്ടി അത് മാറ്റിവെച്ചു. അത് എങ്ങനെയാണ് ആ ഒരു കൺസെപ്റ്റിലോട്ട് വന്നത്? അതിപ്പോൾ എന്നെ ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം
ഐ എം ലിവിങ് ഇൻ എ കംഫർട്ടബിൾ സോൺ. ജോലിയാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും അങ്ങനെ. നമ്മളിപ്പോൾ പൈസ കൊണ്ട് സാറ്റിസ്ഫൈഡ് ആവുക എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് വലിയ വീടും വലിയ ബംഗ്ലാവും ഒന്നും ഉണ്ടായിട്ടല്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജീവിക്കാനൊരു വീടുണ്ട്, എനിക്ക് കഴിക്കാൻ ഭക്ഷണമുണ്ട്, എനിക്ക് പോകാൻ വാഹനമുണ്ട്, എൻ്റെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ എനിക്ക് മാസവരുമാനം എനിക്ക് തികയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്ട്രാ പൈസ കിട്ടുന്നത് എനിക്കിപ്പോൾ എൻ്റെ പാഷനായിട്ടുള്ള എഴുത്തിലൂടെയാണ്, എൻ്റെ പുസ്തകത്തിൻ്റെ റവന്യൂയിലൂടെയാണ്. അപ്പോൾ ആ റവന്യൂ എനിക്കൊരു നല്ല കാര്യത്തിന് യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ ഞാനും ഒരു മാതൃക കാണിക്കുകയല്ലേ. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ പോട്ടെ. അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ അതിൽ ചേർത്ത് നിർത്താൻ വേണ്ടി പരിശ്രമിച്ചു. അത് എങ്ങനെയായിരുന്നു? അത് ആ നടക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ നാട്ടിലുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് തന്നെ കോഴിക്കോടാണ് എൻ്റെ വീട്, എൻ്റെ ഹസ്ബൻഡ് വീട് കോഴിക്കോടാണ്. അപ്പം ആ സമയത്ത് അവിടുന്ന് ഞാൻ ശരിക്കും ഫീൽ ചെയ്തതാണ്. ഇവിടെ ഇരുന്നു കൊണ്ടല്ല ഞാനത് ഫീൽ ചെയ്തിട്ടുണ്ടായത്, നാട്ടിലിരുന്നു കൊണ്ടാണ് അത് ഫീൽ ചെയ്തത്. പിന്നെ എനിക്ക് തോന്നുന്നു ശ്രുതിയായിരിക്കും നിങ്ങളെല്ലാവരും അത്. പിന്നെ ആ കുട്ടീനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റി. ഞാനൊരു പിന്നെ മാംഗല്യം എന്ന് പറയുന്ന വേറൊരു ഓൺലൈൻ മീഡിയ എഡിറ്റോറിയൽ വഴി അവർ ചെയ്യുന്ന കുറേ സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഞാൻ എപ്പോഴും കോർഡിനേറ്ററായിട്ട് അവരുടെ കൂടെ നിൽക്കാറുണ്ട്. അപ്പോൾ അതിൽ ഈ കുട്ടിയെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ, നിങ്ങളിപ്പോൾ ഈ വീട്ടിൽ വന്ന് കണ്ടപ്പോൾ എന്താ കാണുന്നത്? നിങ്ങളിവിടെ വെച്ചിട്ടുള്ള അലങ്കാര വസ്തുക്കളല്ലേ. നമ്മൾ ആദ്യമായിട്ട് ആ കുട്ടിയുടെ വീട്ടിൽ പോയി കണ്ടപ്പോൾ കണ്ടത് എന്താണെന്നറിയോ? അച്ഛനും അമ്മയും അനിയത്തിയും അച്ഛൻ്റെ അനിയന്മാരും ഏട്ടന്മാരും എല്ലാവരും ഉൾപ്പെടെ 11 ആളുകളുടെ ഫോട്ടോയിൽ ഒരേ ദിവസം മരിച്ച ആളുകളുടെ മാലയിട്ട് വെച്ചിട്ടുള്ളതാണ്. ഒരു വീട്ടിലോട്ട് കയറി വരുമ്പോൾ നമ്മൾ കാണുന്നതാണ് ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള കുട്ടികളും. അപ്പോൾ അന്ന് അവിടെ എൻ്റെ കൂടെ വന്ന മാധ്യമപ്രവർത്തകരും എൻ്റെ ഹസ്ബൻഡും എല്ലാവർക്കും ഒരേപോലെ സൈലൻ്റ് ആയതാണ്. അന്ന് ആ ഒരു നിമിഷം എനിക്ക് തോന്നിയതാണ്, ആ കുട്ടീനെ ഇനി എങ്ങനെ എന്താ പറയുക, ഒരു ചെറിയ അന്ന് ഞാൻ അവൾക്ക് കാശ്രൂതിക്ക് അന്ന് 21-22 വയസ്സുണ്ടാവുള്ളൂ, 21 വയസ്സേ ഉണ്ടാവുള്ളൂ. അന്ന് അങ്ങോട്ട് തീരുമാനിച്ചതാണ് അവളെന്നല്ല, പിന്നീട് അങ്ങോട്ടേക്ക് വയനാടിൻ്റെ പല ആക്ടിവിറ്റീസിലും ഞാൻ ഡയറക്റ്റ്ലി ആൻഡ് ഇൻഡയറക്റ്റ്ലി പരസ്യപ്പെടുത്തിയതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വേണമെന്ന് തോന്നി. കാരണം ആ വയനാടും ആ മനുഷ്യരും ഒക്കെ നമ്മളൊപ്പമുള്ള ആൾക്കാരല്ലേ. അതങ്ങനെ തന്നെ പോട്ടെ. അത് നല്ല മനസ്സാണ് അങ്ങനെ ചെയ്യാൻ കഴിയുന്നത്. അതെല്ലാ മനുഷ്യർക്കും ഉണ്ടാവും, മനസ്സാർക്കും ഇല്ലായൊന്നുമില്ല. അത് അന്ന് ഞാനിപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ അറിയുന്ന ഒരാളായതിനെ കൊണ്ട് നിങ്ങൾ അറിഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ മമ്മൂക്കയെ പിന്നെ എങ്ങനെയായിരുന്നു ഒരു കണക്ഷൻ? അത് മമ്മൂക്കായിട്ട് അങ്ങനെ വലിയ ഡയറക്റ്റ് കണക്ഷൻ ഒന്നുമല്ല. അന്ന് ഇതുപോലെ ആ കുട്ടിയെ ആ മാംഗല്യം വേദിയിലോട്ടേക്ക് എത്തിക്കാൻ കാരണക്കാരായിട്ടുള്ള ഒരാൾ ഞാനായതുകൊണ്ട് ഞാൻ മമ്മൂക്കയൊക്കെ ആ ഒരു സ്റ്റേജിലും ആ ഒരു ഇവന്റിലൊക്കെ ഒരുമിച്ച് ആയി എന്നുള്ളതാണ്. പിന്നെ മക്കൾ എന്ത് ചെയ്യുന്നു? മൂത്തയാള് 12th, രണ്ടാമതൊരു മോളാണ് 8th, പിന്നെ ഒരു മോനും കൂടെ ഉണ്ട്, അവൻ 3rd സ്റ്റാൻഡേർഡിൽ. ഓക്കെ. ഈ പ്രവാസത്തിലേക്ക് എങ്ങനെയായിരുന്നു എത്തിപ്പെട്ടത്? ഹസ്ബൻഡിന് ജോലി മസ്കറ്റിൽ കിട്ടി. കല്യാണം കഴിഞ്ഞ് 4 ദിവസമേ ഞങ്ങൾ ഒരുമിച്ച് കോഴിക്കോട് വീട്ടിൽ നിന്നിട്ടുള്ളൂ. പിന്നെ മൂപ്പര് എപ്പോഴും എവിടെ പോകുമ്പോഴും ഞാനും കൂടെ ഉണ്ടാവും. അപ്പോൾ ബിസിനസ്സാണ്. ഹീസ് ഇൻ ടു IT ആക്ച്വലി. കല്യാണം കഴിയുന്ന സമയത്ത് ബാംഗ്ലൂരായിരുന്നു. 4ാമത്തെ ദിവസം ഞാനും ബാംഗ്ലൂരിൽ എനിക്കും ജോലി ശരിയാക്കി തന്നു. ഞാനും ബാംഗ്ലൂരിലോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ മസ്കറ്റിൽ ഹി വാസ് വർക്കിംഗ് വിത്ത് ബാങ്ക് മസ്കറ്റ് IT ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊക്വയർമെൻറ്റിലായിരുന്നു, IT പ്രൊക്വയർമെൻറ്റിലായിരുന്നു. പിന്നെ അവിടെ ഒരു 10 വർഷം അദ്ദേഹത്തിൻ്റെ ജോലി അവിടെ. ഞാൻ പിന്നെ 2016 ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഒമാനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അവരുടെ ഒരു ബിസിനസ് ആവശ്യം ഇവിടെയും കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതുണ്ടായിരുന്നു. അങ്ങനെ ഒമാൻ ടു UAE. അതിൻ്റെ ഇടയിൽ ഒരു 4 വർഷം ഞാനും ഒമാനിൽ വർക്ക് ചെയ്തു. ഒമാൻ ഗവൺമെൻറ്റിൽ തന്നെയായിരുന്നു. അവിടുത്തെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു 4 വർഷം ജോലി ചെയ്തു. പിന്നെ ഞാൻ മുന്നേ ഇവിടെ 2010 ഒരു 2 years ഇവിടുത്തെ അലൈൻ ഹോസ്പിറ്റലിൽ ഒരു ജൂനിയർ പോസ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് മോളുടെ ഡെലിവറിയൊക്കെ കാരണം അവിടുന്ന് ജോലിയൊക്കെ റിസൈൻ ചെയ്തു തിരിച്ച് ഒമാനിൽ പോയി. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന നമ്മുടെ നാട്ടിലൊക്കെ ഹെൽത്ത് സെൻ്ററിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ടൈമായിരുന്നു. അപ്പോൾ അവർ ഇതുപോലെ സെഹൽ എക്സ്പീരിയൻസ് ഉള്ള ആളെ തന്നെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ടിയിട്ട് വേണം എന്ന് പറഞ്ഞപ്പോൾ എന്നെ തന്നെ തിരിച്ചെടുത്തു.
ഞാൻ തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വന്നു. ഇപ്പോൾ ഇവിടെ 10 വർഷത്തോളമായി. ഗ്രേറ്റ്. ഇപ്പം രാഷ്ട്രീയപരമായിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പം അവാർഡ് കിട്ടി, വളരെ ഹാപ്പിയാണ്. അവാർഡുകളെക്കുറിച്ച് പലപ്പോഴും കിട്ടാത്തവരുടെ ഒരു വിഷമമായിരിക്കും കിട്ടിയവരെ വിമർശിക്കുക. അതിന് എങ്ങനെയാണ് കാണുന്നത്? അതിൽ പല താല്പര്യങ്ങളും ഉണ്ടായിരിക്കും. ഓരോ ആൾക്കും ഓരോ പുസ്തകം അത് പുറത്ത് വരുമ്പോഴും അവരുടെ ഒരു കുട്ടിയായിട്ടാണ് അവർക്ക് അതിനെ തോന്നുക. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഓരോ പുസ്തകവും എൻ്റെ ഒരു, നമ്മൾ പറയും, അത് എഴുതി ലാസ്റ്റ് ഫുൾ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സമയം ഒരു ഡെലിവറി കഴിഞ്ഞ ഒരു അമ്മയുടെ ഫീലാണ്. ബിക്കോസ് നമ്മൾ അതിനെ പരിപാലിച്ച് സ്നേഹിച്ച് കൊണ്ട് നടന്നിട്ട് പിന്നെ അതൊരു കുട്ടിയായിട്ട് ഡെലിവറി ആവുന്ന ഒരു ഫീലാണ് ശരിക്കും ഓരോ പുസ്തകം. കാരണം നമ്മളുടെ അത്രയും എഫേർട്ട് ഉണ്ട് അതിൽ, നമ്മളുടെ ടൈം ഉണ്ട്, നമ്മളുടെ തോട്ട് പ്രോസസ്സ് ഉണ്ട്, നമ്മുടെ ഇമോഷൻസ് വരെ ഓരോ പുസ്തകത്തിൽ നമ്മൾ കണക്റ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ അതിനെ അംഗീകരിക്കുക, നമ്മൾക്ക് നമ്മുടെ കുട്ടിയെ എല്ലാവരും അംഗീകരിക്കണം എന്നുള്ള വാശി എല്ലാ അമ്മമാരിലും ഉണ്ടാവും, അല്ലേ? അതുപോലെയാണ് ഓരോ പുസ്തകത്തിൻ്റെ ഓരോ രചയിതാവിനും അതിനെ അത്രമേൽ ഭംഗിയിൽ അംഗീകരിക്കപ്പെടണം എന്ന് എല്ലാവരും ആഗ്രഹിക്കും. അപ്പോൾ ചിലവരത് എക്സ്പ്രസ് ചെയ്യും, ആ അംഗീകാരം എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ കൃതിയെ അത് ഇത്രമാത്രം കണ്ടന്റുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സമകാലികമായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന് അത്രമേൽ ഉപകാരം ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും ചിന്തിക്കുമെങ്കിലും ആ അംഗീകാരം കിട്ടിയിട്ടില്ലെങ്കിൽ അത് ചിലർ അത് എക്സ്പ്രസ് ചെയ്യും. ആ എക്സ്പ്രഷൻ പല ലെവലിലായിരിക്കും. ഒരു പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്ന അഖിൽ പി ധർമ്മജനൊക്കെ കിട്ടിയ ഒരു വിമർശനങ്ങളുണ്ട്. നമ്മൾ വളരെ, ഞാനൊക്കെ ശരിക്കും സങ്കടത്തോടെ നോക്കിക്കണ്ടതാണ്. കാരണം എപ്പോഴും ഒരേ പാറ്റേണിലുള്ള ആളുകൾക്ക് അർഹതയും അംഗീകാരവും കിട്ടാൻ പാടൂ എന്ന് വാശി പിടിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടെന്ന് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. അഖിലിനെയൊക്കെ അത്രമേൽ ക്രൂശിച്ചു കഴിഞ്ഞപ്പോൾ വെറുതെ ഒന്നും ഒരു ബുക്ക് ആരും പേടിക്കില്ല. ഒരു റീല് കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പിന്നെ സ്റ്റോറി കണ്ടുകൊണ്ടോ ഒന്നും ആരും ബുക്ക് മേടിക്കില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഓരോ ജനറേഷനിലും കണക്റ്റഡ് ആവുന്ന രീതിയിൽ എഴുതിയാൽ മാത്രമേ ഉള്ളൂ ആ പുസ്തകങ്ങൾ ആ ജനറേഷനിലുള്ള കുട്ടികൾ വായിക്കുന്നുള്ളൂ, പരക്കെ അംഗീകരിക്കപ്പെടുന്നുള്ളൂ. പരക്കെ വായിക്കപ്പെടുന്നുള്ളൂ. അംഗീകാരം ഈസ് എ ഡിഫറെൻറ്റ് പോയിന്റ്. പക്ഷെ അത് വായിക്കപ്പെടുക എന്നുള്ളതിന് അവർക്ക് കണക്റ്റഡ് ആവണം അത്. തീർച്ചയായിട്ടും. അല്ലാണ്ട് ഒരേ ലെവലിലുള്ള സാഹിത്യം എന്നും എഴുതിയാൽ ഞാൻ കുറ്റം പറയല്ല കേട്ടോ, അവരൊക്കെ വലിയ മഹാന്മാരാണ്. കാരണം അവർ ആ എഴുതി വെച്ചതിനെ ഇന്നും നമ്മളൊക്കെ കൊട്ടിഘോഷിക്കുന്ന ആളുകളാണ്. അത് പക്ഷേ നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞു വന്ന ജനറേഷനും അതുപോലെ കൊട്ടിഘോഷിക്കപ്പെടണം എന്ന്. ഞാൻ കേൾക്കുന്ന പാട്ടല്ല എൻ്റെ കുട്ടികൾ കേൾക്കുന്നത്. അതുപോലെയാണ് ഞാൻ വായിക്കുന്ന ആസ്വാദന രീതിയല്ല എൻ്റെ മക്കൾ വായിക്കുന്ന ആസ്വാദന രീതി. ഓരോ അവാർഡുകളും ആ പ്രസന്റിലുള്ള തലമുറ എങ്ങനെ അതിനെ പരക്കെ വായിക്കപ്പെട്ടു, അവരങ്ങ് ഇതിനെ എത്രമാത്രം ഉൾക്കൊണ്ടു എന്ന് നോക്കിയിട്ടായിരിക്കും ജൂറികൾ തീരുമാനിക്കുന്നത്. അതായിരിക്കും ഒരു റീസൺ.